മഴയുണ്ടോ ഇന്നവിടെ? നിങ്ങൾക്ക് മഴയുണ്ടോ? കൊതുകുണ്ടോ നിങ്ങളുടെ വീട്ടില്? ഡെങ്കിപ്പനി ഉണ്ടോ അവിടെയൊക്കെ? ഇല്ല ഇല്ല ഇല്ല. മഴയത്തൊന്നും ഇറങ്ങി നടക്കരുത് കേട്ടോ. ഓക്കെ, നമുക്ക് ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം. നേരത്തെ ഉണ്ടായിരുന്നവരൊക്കെ ക്ലാസ്സിലുണ്ടല്ലോ അല്ലേ? യെസ്, ഗുഡ് ഗുഡ്. ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കണം. നേരത്തെ ക്ലാസ്സിൽ ടീച്ചർ പറഞ്ഞ് ശ്രദ്ധിക്കാതിരുന്നവരുണ്ട്. അവരൊക്കെ തെറ്റിച്ചാ പറഞ്ഞേക്കുന്നത്. ടീച്ചറിനെ കേൾക്കാൻ പറ്റുന്നുണ്ടോ? Can you hear me? Yes, okay, good good. ആരും സംസാരിക്കരുത്. ടീച്ചർ പറയുന്നത് കേൾക്കുക. നമ്മൾ അക്ഷരങ്ങളൊക്കെ പഠിച്ചു അല്ലേ? പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പഠിച്ചോന്ന് ഇനി വാട്സപ്പ് ചെയ്ത് പോസ്റ്റ് ചെയ്യുമ്പോ അറിയുള്ളൂ അല്ലേ? അതെ, ടീച്ചർ പറഞ്ഞു തന്നു. ഇനിയിപ്പൊ നമ്മള് ചിഹ്നങ്ങളാണ് പഠിക്കാൻ പോകുന്നത് അല്ലേ? മലയാളത്തിൽ നമ്മൾ ചിഹ്നങ്ങൾ പഠിച്ചു ഇല്ലേ? പഠിച്ചു. നമ്മൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നേ? സെക്കൻഡ് സ്റ്റാൻഡേർഡിലല്ലേ? അതെ. അതെ അതെ അതെ. ഓക്കെ, അപ്പൊ നമ്മൾ ചിഹ്നങ്ങളാണ് ഈ പീരീഡ് പഠിക്കാൻ പോകുന്നത്. നന്നായിട്ട് ശ്രദ്ധിച്ചിരുന്നെങ്കിലേ നമുക്ക് ചിഹ്നങ്ങൾ പഠിക്കാൻ പറ്റൂ. ചിഹ്നങ്ങൾ പഠിച്ചില്ലെങ്കിൽ ഹിന്ദിയിൽ വാക്കുകൾ എഴുതാൻ പറ്റില്ല, വായിക്കാൻ പറ്റില്ല, അങ്ങനെ കുറെ ബുദ്ധിമുട്ടുണ്ട്. കേൾക്കാൻ പറ്റുന്നില്ല എല്ലാവർക്കും? ഉണ്ട്. ഓക്കെ, ലിസൺ. ഓക്കെ ഓക്കെ. ഓക്കെ, തുടങ്ങാം നമുക്ക്. എല്ലാവരും നേരെ ഇരുന്നേ, നല്ല നിവർന്നിരുന്നേ. എല്ലാവരും ഉഷാറായിട്ടിരുന്നേ. എന്റെ പേര് ഹന്ന ഹെവനല്ല. പിന്നെന്താ? മോളുടെ പേരെന്താ? മിസ് ഹന്നയുടെ പേരെന്താ? ഹന്ന വർഗീസ്. ആണോ? അവിടെ മിസ്സിന് ഇവിടെ കാണുന്നത്. ഓക്കെ, ഹന്ന ഹെവൻ ഇവിടെ കാണുന്നത്, അതുകൊണ്ട് വിളിച്ചതാ കേട്ടോ. സോറി, ഹന്ന വർഗീസ്. ഓക്കെ, ലിസൺ ഹിയർ. ഓൾ ഓഫ് യു ലിസൺ ഹിയർ. എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചേ. പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ? ഉണ്ട്. ഓക്കെ, നമ്മള് ചിഹ്നങ്ങൾ പഠിക്കാൻ പോവാ അല്ലേ? അതിനാണ് ഞാൻ ആദ്യം സ്വരാക്ഷരങ്ങൾ പഠിപ്പിച്ചത്. എങ്ങനെ പറയാൻ പഠിക്കുന്ന ആദ്യം പ്രാക്ടീസ് ചെയ്തു അല്ലേ? അ ആ ഇ ഈ ഉ ഊ ഋ എ ഐ ഒ ഔ അം ആ. ഇങ്ങനെയാണ് വായിക്കേണ്ടത്. വായിക്കാൻ പഠിച്ചില്ല എല്ലാവരും? പഠിച്ചു. ഇനിയിപ്പൊ നമ്മള് വ്യഞ്ജനാക്ഷരങ്ങൾ ഓരോന്നായിട്ട് എടുക്കുവാണ്. എന്തിനാ? ചിഹ്നം ചേർത്ത് എഴുതാൻ വേണ്ടിട്ട്. എങ്ങനെയാ ചിഹ്നം ചേർത്ത് എഴുതുന്നേന്ന് കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചല്ലേ? 2KG മുതൽ പഠിക്കുന്നുണ്ട്. ഒന്നുകൂടെ ടീച്ചർ പറഞ്ഞു തരുവാണ്. കാ എന്നുള്ള അക്ഷരം സ്വരാക്ഷരമാണോ വ്യഞ്ജനാക്ഷരമാണോ? വ്യഞ്ജനാക്ഷരം അല്ലേ? കാ മുതൽ ഹാ വരെയുള്ള അക്ഷരങ്ങൾ വ്യഞ്ജനാക്ഷരങ്ങളാണ്. കാ എന്നുള്ള അക്ഷരം എടുത്തു. ടീച്ചർ കാണിച്ചു തരാം. ഇത് കാണുന്നുണ്ടോ നിങ്ങള്? കാണുന്നുണ്ടോ? കാ അല്ലേ? കാ എന്നുള്ള അക്ഷരമായത് അല്ലേ?
കാ എന്നുള്ള അക്ഷരം ചിഹ്നം ചേർത്ത് എങ്ങനെ എഴുതും? കാ കഴിഞ്ഞ അടുത്ത അക്ഷരം കാ. കണ്ടോ? കാണുന്നുണ്ടോ? കാ. കാ എഴുതിട്ട് ഒരു വര അല്ലേ? കാ. നിങ്ങളുടെ മുമ്പിൽ നോട്ട് ബുക്ക് ഉണ്ടോ? റഫ് ബുക്ക് ഉണ്ടോ? പെൻസിലും ബുക്കും എടുത്തേ. ടേക്ക് വെയർ റഫ് ബുക്ക് ആൻഡ് പെൻസിൽ. എടുത്തു. എഴുതിക്കോ. കാ അക്ഷരം കാ എഴുതിക്കോ. എങ്ങനെയാ കാ എഴുതുവാ? വ്യഞ്ജനാക്ഷരം കാ എഴുതിയേ. എഴുതിയോ? ടീച്ചർ കാണിച്ചു തരുന്ന പോലെ എഴുതിയ. കാ എഴുതിയില്ലേ? അടുത്ത അക്ഷരം കാ എഴുതിക്കോ. കാ. ഓക്കെ. നെക്സ്റ്റ് കാ. കാ കഴിഞ്ഞ അടുത്ത അക്ഷരം കി. എങ്ങനെ എഴുതുവാ? കാ എഴുതി ലെഫ്റ്റ് സൈഡില് ചിഹ്നം ഇടണം അല്ലേ? ഈന്റെ ചിഹ്നം ഇടണം. കാ എഴുതി ലെഫ്റ്റ് സൈഡില് ഈന്റെ ചിഹ്നം. മുഹമ്മദ് ആഫ്ല എഴുതുന്നില്ല? കാ എഴുതി ലെഫ്റ്റ് സൈഡില് ഈന്റെ ചിഹ്നം. ഓക്കെ. നെക്സ്റ്റ് കീ. എങ്ങനെ എഴുതുവാ? കാ എഴുതി റൈറ്റ് സൈഡില് ഈന്റെ ചിഹ്നം. എഴുതിക്കോ. അമന രാജേഷ് റൈറ്റ് ഫാസ്റ്റ്. ബിനി ബിനോയ് എഴുതുന്നില്ല? കീ. നെക്സ്റ്റ് കീ കഴിഞ്ഞാല് കാ. കാ കീ. കീ കഴിഞ്ഞ അടുത്ത അക്ഷരം കു. കണ്ടോ? കാ എഴുതി താഴെ ഊന്റെ ചിഹ്നം കൊടുക്കുക. കു. ബിനി ബിനോയ് കാണുന്നുണ്ടോ? ബിനി ബിനോയ് എവിടെ? ബുക്ക് എവിടെ? കു എഴുതിയോ? യെസ്. കു കഴിഞ്ഞാല് കാ. കാ കീ. കീ കു എത്തിയല്ലേ? അടുത്ത അക്ഷരം കൂ. എങ്ങനെയാ ഊന്റെ ചിഹ്നം? കാ എഴുതി ഊന്റെ ചിഹ്നം കൊടുത്തേ. കാ എഴുതി ഊന്റെ ചിഹ്നം. എഴുതിയോ? ആർ യു ഫിനിഷ്? ഓക്കെ. കൂ. ഓക്കെ. കൂ കഴിഞ്ഞ അടുത്ത അക്ഷരം കിർ. ഇങ്ങനെ എഴുതുവാ? കാ എഴുതിയിട്ട് ഒരു ശരി ഇടണം അല്ലേ? അതിന്റെ അടിയിൽ ഒരു ശരി പോലെ ഇട്ടേ. കിർ. കിർ. ഓക്കെ. കിർ കഴിഞ്ഞ അടുത്ത അക്ഷരം കഴിഞ്ഞ അടുത്ത അക്ഷരം ഏതാ? എ. എ ആണ്. എന്നപ്പം കായ്ക്ക് എന്റെ ചിഹ്നം കൊടുത്തിട്ട് എങ്ങനെ എഴുതും? കെ. കായ എഴുതിയിട്ട് അതിന്റെ മുകളിൽ ഒരു വര ഇടണം അല്ലേ? കെ. കെ. ഓക്കെ. കെ കഴിഞ്ഞ അടുത്ത അക്ഷരം ഏതാ? കെ കഴിഞ്ഞാല് കൈ. കൈ എങ്ങനെ എഴുതും? കാ എഴുതിയിട്ട് അതിന്റെ മുകളില് രണ്ട് വര വേണം അല്ലേ? കൈ. റൈറ്റ്. കൈ. ഓക്കെ. കൈ കഴിഞ്ഞ അടുത്ത അക്ഷരം ഏതാ? കോ. എങ്ങനെ കോ എഴുതുക? കാന്ന് എഴുതിയിട്ട് അതിന്റെ മുകളിൽ ഒരു വര ഇടണം അല്ലേ? കോ. ചെരിച്ചൊരു വര ഇടണം. ഈന്റെ ചിഹ്നമല്ല, ഒരു വരയാണ്. ചെരിഞ്ഞിട്ടൊരു വരയാണ് ഇടേണ്ടത്. കോ. എഴുതിയോ? കോ. കോ കഴിഞ്ഞാല് അടുത്ത ലെറ്റർ കൗ. 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 കാ എഴുതി അതിന്റെ മുകളില് രണ്ട് വര ഇടണം അല്ലേ? കൗ.
ഓക്കെ. ക കഴിഞ്ഞാലോ? ഔ കഴിഞ്ഞാല് ആയല്ലേ? അപ്പം കം എങ്ങനെ എഴുതും? കാ എഴുതി അതിന്റെ മുകളിൽ ഒരു ഡോട്ട് വേണം അല്ലേ? ഒരു കുത്ത്. കം. നെക്സ്റ്റ് കം കായല്ലേ? കാ എഴുതി 2 ഡോട്ട് ഇടണം അല്ലേ? ഓക്കെ. then finish. കണ്ടോ? ചിഹ്നങ്ങൾ ചേർത്ത് അക്ഷരങ്ങൾ എഴുതി കണ്ടോ? അക്ഷരങ്ങൾക്ക് ചിഹ്നം ചേർത്ത് കൊടുത്തു അല്ലേ? കണ്ടോ? എഴുതിയോ എല്ലാവരും? എഴുതിയെങ്കിൽ ഒന്ന് കൈ കാണട്ടെ, തമ്പ് കാണട്ടെ. ആരാ എഴുതാത്തവര്? ഓക്കെ, ഗുഡ് ഗുഡ് ചിൽഡ്രൻ, ഗുഡ്. നല്ല കുട്ടികളാണ്. നേരത്തെ ക്ലാസ് പോലെ ഇപ്പൊ നല്ല വൃത്തി അനുസരിച്ചിരിക്കുന്നുണ്ട്. മിടുക്കനാണ്. ഓക്കെ, ഗുഡ് ഗുഡ് ഗുഡ്. ഇനി എന്താ ചെയ്യേണ്ടതെന്നറിയോ? അത് വായിക്കണം. ഇനി നമ്മുടെ പണി അത് വായിച്ചു പഠിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ലിസൺ ഹിയർ. ആ എഴുതിയ പേപ്പർ എടുത്തോ, കൈ പിടിച്ചോ. എഴുതിയ പേപ്പർ കൈ പിടിച്ചോ? ഓക്കെ, റഫ് പേപ്പറിലല്ലേ എടുത്തേ? അതെ. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യണം? ടീച്ചർ പറയുന്നത് കേട്ട് അവിടുന്ന് പറയണം. അല്ലാതെ നേരത്തെ പറഞ്ഞ പോലെ ശ്രദ്ധിക്കാതെ എന്തെങ്കിലും വിളിച്ച് പറയരുത്. ടീച്ചർ പറയുന്നത് കേട്ട് അത് പറയുക. സ്പീഡ് പറയാൻ പഠിക്കണം നമ്മള്. ബുക്ക് നോക്കിക്കോ, ടീച്ചർ പറയാണ്. ഏതക്ഷരമാണ് നമ്മൾ എഴുതിയത്? വ്യഞ്ജനാക്ഷരത്തിലെ കായ എഴുതിയത് അല്ലേ? ക ക കാ. കി കീ. കി കീ. കു കൂ. കിർ. കെ കൈ. ക. കോ കൗ. കോ കൗ. കം ക. കം ക. ഓക്കെ, നിങ്ങൾ പറയുന്ന ടീച്ചർക്ക് കേൾക്കാം കേട്ടോ. കുറെ പേര് മിണ്ടാതെ ഇരിക്കുന്നുണ്ട് അവിടെ. ടീച്ചർ ഓരോരുത്തരെ വിളിച്ച് ചോദിക്കും. ഇന്നിപ്പം മിണ്ടാതിരുന്നാല് നല്ല അടി തരും. തരട്ടെ? എങ്ങനെ അടിക്കാനല്ലേ? അമ്മയോട് പറഞ്ഞു വിടാൻ ടീച്ചർ. നല്ല അടി കൊടുത്തോളെ. ആ ഓക്കെ. എന്നപ്പോ നമ്മള് കായ്ക്ക് ചിഹ്നം ചേർത്ത് പഠിച്ചിരുന്നല്ലേ? ആദ്യം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് സ്വരാക്ഷരങ്ങള് പഠിച്ചു. സ്വരാക്ഷരങ്ങൾ തന്നെ, അത് തന്നെ നമ്മള് ചിഹ്നം ചേർത്ത് എഴുതുന്നത്. അറിയോ നിങ്ങൾക്ക്? ഒന്നുകൂടെ പറഞ്ഞു തരട്ടെ? അങ്ങനെ വ്യഞ്ജനാക്ഷരങ്ങൾ എല്ലാ അക്ഷരവും. ലിസൺ ഹിയർ, സൈലൻസ്. വ്യഞ്ജനാക്ഷരങ്ങൾ എല്ലാ അക്ഷരവും ചിഹ്നം ചേർത്ത് എഴുതി പഠിക്കണം നമ്മള്. എന്നാലേ നമുക്ക് വേർഡ്സ് എഴുതാൻ പറ്റുള്ളൂ. ഹിന്ദിയിൽ വാക്കുകൾ എഴുതണ്ടേ, പഠിക്കണ്ടേ? അപ്പൊ ചിഹ്നങ്ങൾ വേണം. ലിസൺ. ഒന്നുകൂടെ പറഞ്ഞുതരാം. നമ്മളിപ്പം പറഞ്ഞത് കാ എന്ന അക്ഷരത്തിന് ചിഹ്നം ചേർത്തിട്ടാണ് പറഞ്ഞത് അല്ലേ? ഇവിടെ പറഞ്ഞു തരും ടീച്ചർ. ലിസൺ. അവിടുന്ന് പറഞ്ഞാ മതി കേട്ടോ. ആരും അൺമ്യൂട്ട് ഒന്നും ചെയ്യണ്ട, പറഞ്ഞാ മതി. ക കാ. കി കീ. ക ക. ഇ ഈ. കു കൂ. ഉ ഊ. ഇർ കിർ. ഇർ. കെ കൈ. ഇർ. എ കൈ. കോ കൗ. കോ കൗ. കം ക. കം ക. ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ, ലിസൺ. ഇന്നിപ്പോ നമ്മള് ചിഹ്നം ചേർത്ത് പഠിച്ചു. ഇന്ന് നിങ്ങളുടെ ഹോംവർക്ക് എന്താണെന്നറിയോ? ഈ അക്ഷരങ്ങൾ ടീച്ചർ പോസ്റ്റ് ചെയ്ത് തരും, ഗ്രൂപ്പിലിട്ട് തരും. ആ അക്ഷരങ്ങൾ നിങ്ങൾ എഴുതി പഠിക്കണം. ഇന്ന് എന്തൊക്കെ വർക്കാ പറഞ്ഞത്? രാവിലെ പറഞ്ഞു സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും എഴുതി പഠിക്കാൻ പറഞ്ഞല്ലേ? എഴുതി പഠിച്ചതിന് ശേഷം 2 ലൈൻ കോപ്പിയിൽ നിങ്ങൾ ഫസ്റ്റ് പേജിൽ എഴുതണം. ഫസ്റ്റ് പേജിൽ എഴുതുക. എന്നിട്ട്
സെക്കൻഡ് പേജില് ടീച്ചർ ഇന്ന് രാവിലെ പറഞ്ഞൊരു ഹോംവർക്ക് ഉണ്ടല്ലോ. എന്താ? ഇക്ഷ ഇത്ര ഇജ്ഞ ഇസ്ര പറഞ്ഞില്ലേ? ആ ഹോംവർക്ക് പറഞ്ഞില്ലേ? യെസ്. അത് 10 ടൈംസ് എഴുതാൻ പറഞ്ഞാണോ? 10 ടൈംസ് എഴുതാൻ പറഞ്ഞു അല്ലേ? രണ്ടാമത്തെ പേജില് ഇക്ഷ ഇത്ര ഇജ്ഞ ഇസ്രാന്ന് 10 ടൈംസ് എഴുതാൻ പറഞ്ഞു. അതെ. ഇന്നത്തെ ഈ ക്ലാസ്സിന്റെ ഹോംവർക്ക് എന്താന്ന് ടീച്ചർ ഗ്രൂപ്പിൽ ഇട്ട് തരും കേട്ടോ. ഈ ക്ലാസ്സിന്റെ ഹോംവർക്ക് എന്താന്ന് വെച്ചാൽ ചിഹ്നം ചേർത്ത് എഴുതാനാ. നമ്മൾ ആദ്യം സ്വരാക്ഷരങ്ങള് വായിക്കാൻ പഠിച്ചു. അത് കഴിഞ്ഞ് ക എന്ന അക്ഷരത്തിന് ചിഹ്നം ചേർത്ത് പറയാൻ പഠിച്ചു അല്ലേ? നമുക്കിനി എഴുതി പഠിക്കണ്ടേ? എഴുതി പഠിക്കണം. അനിഹ മോഹൻ, അനിഹ മോള് ക്ലാസ് കേട്ടോ? ഓക്കെ. ഒന്നുകൂടെ ശ്രദ്ധിച്ചോ. ടീച്ചർ ഇനിയും പറഞ്ഞുതരാം ലാസ്റ്റ് വന്നവർക്ക്. ഇപ്പൊ നമ്മൾ ചിഹ്നം ചേർത്ത് കാണിച്ചു കൊടുത്തു. കുറെ ലെറ്റേഴ്സ് ഒക്കെ കാണിച്ചു കൊടുത്തു. അനിഹ വരാൻ ലേറ്റ് ആയി അല്ലേ? ഓക്കെ. ടീച്ചർ ഗ്രൂപ്പിൽ ഇട്ട് തരാം കേട്ടോ. അത് നോക്കി ഹോംവർക്ക് ചെയ്യാം. ടീച്ചർ തരുന്നത് ആ പേജ് ഫുള്ളായിട്ട് എഴുതണം. ക എന്ന അക്ഷരമാണെങ്കിൽ ആ പേജ് ഫുള്ള് എഴുതുക. അതിന് ചിഹ്നം ചേർത്ത് എഴുതുക. അത് വാട്സപ്പിൽ നിങ്ങളുടെ ഗ്രൂപ്പിൽ ടീച്ചർ ഇട്ട് തരും. ഒന്നുകൂടെ ഇന്നത്തെ ക്ലാസ് പറഞ്ഞു തരാം. ഒന്നുകൂടെ സ്വരാക്ഷരങ്ങള് നമ്മുടെ ഹിന്ദിയിൽ സ്വരാക്ഷർ എന്ന് പറയും അല്ലേ? ഏതൊക്കെ അക്ഷരങ്ങളാ? ഒന്നുകൂടെ പറയാണ്. എല്ലാരും തെറ്റിച്ചാ പറയുന്നത്. ഒന്നുകൂടെ പറഞ്ഞു തരുവാണ്. അ ആ ഇ ഈ ഉ ഊ ഋ എ ഐ ഓ ഔ അം ആ. ഓക്കെ. ഇതാണ് സ്വരാക്ഷർ ഹിന്ദിയില്. അടുത്തത് വ്യഞ്ജൻ. വ്യഞ്ജൻ ഏതൊക്കെയാ? നമുക്ക് ഇന്ന് വ്യഞ്ജൻ വേണ്ട അല്ലെ? ഇന്ന് പഠിച്ചത് മാത്രം ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. സ്വരാക്ഷർ പറഞ്ഞു. ഓക്കെ. സ്വരാക്ഷരങ്ങളില് അതുപോലെ വ്യഞ്ജനാക്ഷരങ്ങളില് കാ എടുത്തു. കാ എടുത്തിട്ട് അതിന് ചിഹ്നം കൊടുക്കുക. നമ്മൾ ആയിന്റെ ചിഹ്നവും ഈന്റെ ചിഹ്നവും ഊന്റെ ചിഹ്നവും ഒക്കെ കൊടുത്തിട്ട് എങ്ങനെ എഴുതും നോക്കുക. കാ എടുത്തു. കായ്ക്ക് ആയിന്റെ ചിഹ്നം കൊടുക്കുമ്പോ എന്താ വായിക്കാ? കാ. ആ. കായ്ക്ക് വീണ്ടും ഈന്റെ ചിഹ്നം കൊടുക്കുമ്പോ എന്താ വായിക്കാ? കി. കായ്ക്ക് ഈന്റെ ചിഹ്നം കൊടുക്കുമ്പോ കീ. ഓക്കെ. കായ്ക്ക് ഊന്റെ ചിഹ്നം കൊടുക്കുമ്പോഴോ? കു. കു. ആ. കായ്ക്ക് ഊന്റെ ചിഹ്നം കൊടുക്കുമ്പോഴോ? കൂ. കായ്ക്ക് ഇറിന്റെ ചിഹ്നം കൊടുക്കുമ്പോഴോ? ഗുഡ് ഗുഡ്. കായ്ക്ക് ഏന്റെ ചിഹ്നം കൊടുക്കുമ്പോഴോ? ഓക്കെ. കായ്ക്ക് ഐന്റെ ചിഹ്നം കൊടുക്കുമ്പോ? കൈ. കായ്ക്ക് ഓയിന്റെ ചിഹ്നം കൊടുക്കുമ്പോ? കോ. ഔന്റെ ചിഹ്നം കൊടുക്കുമ്പോ? കൗ. കൗ. കായ്ക്ക് അമ്മിന്റെ ചിഹ്നം കൊടുക്കുമ്പോ? കം. അടുത്ത ലാസ്റ്റ് ക. ഒന്നുകൂടെ പറഞ്ഞുതരാം. ലിസൺ ഹിയർ. നിങ്ങൾ അവിടുന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. ക കാ, കി കി, കി കു കു, കെ കൈ, കോ കൗ, കം ക. ഓക്കെ. ഗുഡ് ഗുഡ്. വെരി ഗുഡ്. പറഞ്ഞു പഠിക്കണം ആദ്യം കേട്ടോ. എന്നിട്ട് നമ്മളിനി എഴുതി പഠിക്കാം. അതുപോലെ ഉണ്ട് വ്യഞ്ജനാക്ഷരം. ചായ എടുത്തു. ചായ ഏതക്ഷരമാ? സ്വരാക്ഷരമാണോ വ്യഞ്ജനാണോ? വ്യഞ്ജന. ആ. ചായ എങ്ങനെ ചിഹ്നം ചേർത്ത് പറയും? അതെ അതെ. ഓക്കെ. ചാ ചിഹ്നം ചേർത്ത് പറയാം. എങ്ങനെ പറയും? ചാച്ചാ, ചിച്ചി, ചേച്ചൈ, ചോച്ചൗ,
Caca. ചംച. Caca. Cacu. Okay, okay, okay. Okay. Listen. നല്ല രസമുണ്ടല്ലേ പഠിക്കാൻ? Caca. Cucu. Okay. Listen. Okay, okay, okay. ച. ഓക്കെ, കേട്ടു, ടീച്ചർ കേട്ടു. നന്നായിട്ടുണ്ട്, എല്ലാവരും പഠിച്ചു അല്ലേ? ഞാൻ ഇനി ബാക്കിയുള്ളവരൊന്നും സംസാരിക്കാൻ പാടില്ല. ഞാൻ ഓരോരുത്തരോട് ചോദിക്കുവാണ്, അവര് മാത്രം ടീച്ചറിനെ പറഞ്ഞു കേൾപ്പിക്കണം. നേരത്തെ തെറ്റിച്ചവരുണ്ട് കുറച്ചു പേര്, അവരെ ഞാൻ പിടിക്കുന്നുണ്ട് ഇപ്പൊ. നോക്കട്ടെ, ബാക്കിയുള്ളവർ ആ എഴുതിയ പേപ്പർ നോക്കിയിരിക്കുക, സംസാരിക്കരുത്. നിങ്ങൾ എഴുതിയിട്ടില്ലേ? ആ പേപ്പർ നോക്കിയിരിക്കുക. ഓരോരുത്തരോട് ടീച്ചർ ചോദിക്കുവാണ്. അൻസോൺ, അൻസോൺ. ബാക്കിയുള്ളവർ സൈലന്റ് ആയിട്ടിരുന്നേ. അൻസോൺ, അൻസോൺ. അൻസോൺ കെ അജിത്. അൻസോൺ. എല്ലാവരും പേപ്പർ നോക്കിയിരിക്കൂ. എഴുതിയ പേപ്പർ നോക്കിയിരുന്നേ. അൻസോൺ കെ അജിത്, അൺമ്യൂട്ട് ചെയ്യൂ. ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ടൈമാണ്. അൻസോൺ, അൻസോൺ. നോ. മുഹമ്മദ് ഷഹസാദ്, ഫോൺ അൺമ്യൂട്ട് ചെയ്ത്. ഷഹസാദ്, ആ പറഞ്ഞ മോനെ. കാക്കാന്ന് പറഞ്ഞേ. Kaka. Kiki. Kuku. Ke. Kir. Kir. Ke. Ke kai. Kai. Ko. Ko kau. Kam. Ka. Very good, very good. Middleton. Kurian Joseph. Kurian. Unmute ചെയ്യേ. ഇപ്പോ എഴുതി. ഓക്കേ. Kaka. Kiki. Kuku. Kir. Kro. Kir. Kira. Ke kai. Ke kai. Ko kau. Ko kau. Kam ka. Kam ka. Good, very good. Next, Eric. 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 Unmute ചെയ്തേ. Unmute ചെയ്യേ. Eric. Unmute ചെയ്തേ. Okay. Kaka. Okay. Kaka. Kiki. Kuku. Kir. Ke kai. Ko kau. Kam ka. Good, very good, very good. Middleton. Good. Next, Muhammad Afla. Muhammad Afla. Okay, പറഞ്ഞോളൂ മോനെ. Kaka. Kaka. Kiki. Kuku. Kir. Ke kai. Ko kau. Kam ka. Good, very good, very good. Good. Next, Ifra Fatima. Ifra. എല്ലാവരും ബുക്ക് നോക്കിയിരുന്നോ? ടീച്ചർ വരുന്നുണ്ട്. ഇഫ്ര, ഓക്കെ, പറഞ്ഞു മോളെ. Kaka. Kiki. Kuku. Kir. Ke kai. Ko kau. Kam ka. വെരി ഗുഡ്, വെരി ഗുഡ്. മിടുക്കി. നെക്സ്റ്റ്, ഫാത്തിമ മെഹറിൻ. ഫാത്തിമ മെഹറിൻ. ഓക്കെ, പറഞ്ഞോളൂ. Kaka. Kiki. Kuku. Kir.
No, no, no. K kai. Ko kau. Kam ka. Good, good. Very good. Next, Muhammad Nafi. Nafi. Muhammad Nafi. Okay. Kakak, Kiki, Kuku, Ker, Kekau, No. Kai, Kekai, Kokau, Kamka. Okay, good. Very good. Next, Muhammad Shahzad. Muhammad Shahzad. Anakha Suresh. Anakha Suresh. Phone unmute ചെയ്യ്. പറഞ്ഞോ. Kakak, Kiki, Kuku, Is, Kekai. Ki, Kekai. Kokau. Kokau, Kamka. Kam. Okay, good, good. Next. ഇനി ആരാ പറയട്ടെ? ഷിഫാന ഫാത്തിമ. ഷിഫാന ഫാത്തിമ. നമ്മളെ അൺമ്യൂട്ട് ചെയ്യ ഫോൺ. പറഞ്ഞോളൂ. Kakak, Kiki, Kuku, Ker, Kekai, Kokau, Kamka. Good, very good, very good. Next, Amanna Rajesh. Amanna Rajesh. Amanna. Okay, പറഞ്ഞോളൂ. Kakak, Kiki, Kuku, Ker, Kekai, Kau, No. Kokau, Kamka. Good, very good. Next, Anita Philip. Anita Philip. പറഞ്ഞോ. Kiki, Kuku, Kekai, Kokau, Kamka. നമ്മുടെ സമയം തീരാൻ പോവാണ്. വെരി ഗുഡ് അനീറ്റ, വെരി ഗുഡ്. മിടുക്കി. സമയം തീരാൻ പോവാണ്. ഇനി ആരാ? മുഹമ്മദ് മിൻഹാജ് ജമാൽ. മിൻഹാജ് അൺമ്യൂട്ട് ചെയ്യ്. മിൻഹാജ്. ഓക്കെ, പറഞ്ഞോളൂ. Kakak, Kiki, Kuku, Ker, Kamka. വേഗം സ്റ്റോപ്പ് ചെയ്യണോ? Kamkau. നോ നോ നോ. മിൻഹാജ് ലിസൺ ഹിയർ. ടീച്ചർ പറഞ്ഞു കേട്ടെ ഒന്നുകൂടെ. നോ നോ നോ. മിൻഹാജ്. കാക്കാ, കിക്കി, കുക്കു, കിർ, കേക്കൈ, കോക്കൗ, കംക. ശ്രദ്ധിച്ച് പഠിക്കണം കേട്ടോ. ഗുഡ്. ഇനി ആരോടാ ടീച്ചർ ചോദിക്കാത്തത്? അനിഹ മോഹൻ പറഞ്ഞോ. ഇല്ല മോളെ, ഫോൺ അൺമ്യൂട്ട് ചെയ്യ. ഋഷികേശ് ഉണ്ടല്ലേ, ഫോൺ അൺമ്യൂട്ട് ചെയ്തേ. പറഞ്ഞോ അനിഹ. ഗുഡ്, വെരി ഗുഡ്. ഋഷികേശ്, ഋഷികേശ് ടൈം തീരാൻ പോവാണ്. ഓക്കെ, ഗുഡ്, വെരി ഗുഡ്. ഇനി ആരാ ടീച്ചറിനെ പറഞ്ഞ് കേൾപ്പിക്കാത്തവര്? ആരെങ്കിലും ഉണ്ടോ? ഹന്ന ഹെവൻ. ഹന്ന വർഗീസ് അല്ലേ? ഹന്ന വർഗീസ് അൺമ്യൂട്ട്. പറഞ്ഞോ.
No. K kai. Cow. Come. Okay. ഇനി ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. ലിസൺ, നമ്മുടെ ടൈം തീരാൻ പോവാണ്. ഇന്നിപ്പോ നമ്മൾ എന്താ ചെയ്യണ്ടേ? ഇന്നത്തെ ക്ലാസ് ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. രാവിലെ എന്താ പറഞ്ഞത്? ചിഹ്നം ചേർത്ത് എഴുതാൻ ഇപ്പൊ പറഞ്ഞത് അല്ലേ? രാവിലെ അല്ല, ഇതിന് മുമ്പിലത്തെ ക്ലാസ്സിന് നമ്മള് യെസ് ടീച്ചർ പറഞ്ഞു. രാവിലെ പറഞ്ഞ എന്താന്ന് തിരിഞ്ഞിട്ടില്ല. ഇല്ല, ഇപ്പൊ പറഞ്ഞുതരാം. ശ്രദ്ധിക്കേ, ഇപ്പൊ സമയം തീരും. ശ്രദ്ധിച്ചിരുന്നോ? രാവിലെ അല്ല, ഇതിന്റെ മുമ്പത്തെ ക്ലാസ്സിൽ അല്ലേ? മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞത് 2 ലൈൻ നോട്ട്ബുക്ക് വാങ്ങുക. അതില് നിങ്ങൾ ഫസ്റ്റ് പേജില് സ്വരാക്ഷരം വ്യഞ്ജനാക്ഷരങ്ങളും എഴുതുക. ഹ വരെ എഴുതുക. നെക്സ്റ്റ് പേജിൽ ഇക്ഷ, ഇത്ര, ഇജ്ഞ, ഇസ്ര അത് താഴെ 10 പ്രാവശ്യം എഴുതണം. രണ്ടാമത്തെ പേജിൽ ഇക്ഷ, ഇത്ര, ഇജ്ഞ, ഇസ്ര എന്നുള്ളത് 10 പ്രാവശ്യം എഴുതി പഠിക്കുക. 2 ലൈൻ കോപ്പി തന്നെ എഴുതണം. മൂന്നാമത്തെ പേജിലാണ് ടീച്ചർ ഇപ്പൊ പറഞ്ഞത് തരും. അത് വാട്സപ്പ് ചെയ്ത് തന്നിട്ട് എഴുതിയാൽ മതി കേട്ടോ. ഇപ്പൊ പറഞ്ഞ ക്ലാസ് ടീച്ചർ വാട്സപ്പ് ചെയ്ത് തരും. ഇപ്പൊ 2 പേജിൽ എഴുതാനുള്ള നിങ്ങൾക്ക് തന്നു. ആദ്യത്തെ പേജില് അക്ഷരങ്ങൾ എഴുതുക. സ്വരാക്ഷർ, വ്യഞ്ജനാക്ഷർ. അത് എവിടം വരെയാ? ആ മുതൽ ഹ വരെ എഴുതുക. നല്ല വൃത്തി എഴുതുക. രണ്ടാമത്തെ പേജില് ഇക്ഷ, ഇത്ര, ഇജ്ഞ, ഇസ്ര എഴുതുക. ഓക്കെ, ആർ യു റെഡി? യെസ്, ഗുഡ്. നമ്മുടെ ടൈം തീരാൻ പോവാണ്. നന്നായിട്ട് എഴുതണം കേട്ടോ. ഓക്കെ, ഇഷ്ടപ്പെട്ടോ ക്ലാസ്? ഓക്കെ, താങ്ക് യു. ബൈ ബൈ. Bye bye. Bye bye. 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 See you. Bye. See you next Thursday. Okay. Thursday കാണുള്ളൂ നമ്മള്. Okay. Bye. Bye.